കിച്ചണിൽ വെച്ചിട്ട് ചന്ദ്രമതി ശ്രുതിയെക്കുറിച്ച് വളരെ മോശമായിട്ട് രേവതിയോട് പറയാണ്. നിൻ്റെ അനിയത്തി എൻ്റെ മോൻ ശ്രീകാന്തിനെ എന്തിനാണ് നിൻ്റെ വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയിട്ട് വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിരുന്നു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യില്ല. ശ്രീകാന്ത് എൻ്റെ വീട്ടിലേക്ക് വന്നത് നേരാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ ആളുണ്ടായിരുന്നു, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, എൻ്റെ ആങ്ങളുണ്ടായിരുന്നു. ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോണ സമയത്ത് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അതിനിങ്ങനെ അമ്മ ഇങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയാണ്, ആരെ വളയ്ക്കണമെന്നൊക്കെ നല്ലപോലെ അറിയാം. നീ ഒരുത്തി ഈ വീട്ടിൽ വന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുകയാണ്. ഇനി നിൻ്റെ അനീതിനും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്താണോ നിൻ്റെ പരിപാടി? ഒരു ഓണം ബമ്പർ നിനക്ക് അടിച്ചു, അതേപോലെ നിൻ്റെ അനീതിക്ക് കിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. ഇപ്പോൾ രേവതി നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ അങ്ങനെ നടക്കുന്ന ആളുകളല്ല, അമ്മയ്ക്ക് തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ ചന്ദ്രമതി പറയാണ്, നിൻ്റെ കുടുംബത്തിൻ്റെ മഹിമ ഒന്നും കൂടുതൽ എന്നോട് സംസാരിക്കണ്ട. നിൻ്റെ അച്ഛൻ വണ്ടിയുടെ അടിയിൽ വീണതിൻ്റെ കാരണം തന്നെ നിന്നെപ്പോലെയുള്ള ദാരിദ്ര്യവാസിനെ കെട്ടിച്ചു വിടാൻ കാശില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ വണ്ടിയുടെ അടിയിൽ വീണത്. അതുകൊണ്ട് നിനക്കൊരു ലോട്ടറി അടിച്ചു, നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. അതേപോലെ നിൻ്റെ പെങ്ങളെ ഇങ്ങോട്ട് വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്, നടക്കില്ല. അമ്മയും മോളും അത് മനസ്സിലങ്ങോട്ട് വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് രേവതിക്ക് ദേഷ്യം വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെക്കുറിച്ചാണ് പുള്ളിക്കാരി ഇങ്ങനെ പറയണത്. മരിച്ച് തലയുടെ മുകളിലിരിക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കാണ് കേട്ടിട്ട് സഹിക്കാൻ പറ്റുക? നിങ്ങൾക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുമോ? ചന്ദ്രമതിയുടെ മുഖം അടിച്ച് പൊട്ടിക്കും. സാധാരണ ചില മരുമക്കളൊക്കെ ഇങ്ങനെയൊക്കെ അച്ഛനൊക്കെ ഇത്രയും തരന്നാന്ന രീതിയിൽ പറഞ്ഞാൽ പ്രഷർ അടിച്ചില്ല, ചിലപ്പോൾ അടിച്ചു എന്നൊക്കെ വരും. ഒരു രക്ഷയില്ല, അമ്മാതിരിയുള്ള ആട്ടാണ് ചന്ദ്രമതി ആട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രേവതി അത് സഹിച്ച് പിടിച്ചിട്ട് നല്ല മറുപടി കൊടുത്തു. എൻ്റെ അച്ഛനെ നിങ്ങൾ മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും, എൻ്റെ അമ്മേനെ പറയാറുണ്ട്, എൻ്റെ അനിയത്തിനെ പറയാറുണ്ട്, അതൊക്കെ ഞാൻ സഹിക്കാറുണ്ട്. പക്ഷേ ഇത് ഇത്തിരി കടന്ന കൈയായി പോയി എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറയുമ്പോൾ ചന്ദ്രമതി പറയാം, നിനക്ക് പറ്റിയെങ്കിൽ നീ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ നീ വീട് വിട്ട് ഇറങ്ങി പോയിട്ട് നിൻ്റെ വീട്ടിൽ പോയിട്ട് ഇരുന്നോടി എന്ന് പറയുമ്പോൾ രേവതി പറയാണ്, അതിനിത് നിങ്ങളുടെ മകൻ്റെയും കൂടി വീടാണ്, അതായത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിനുള്ള അവകാശം എനിക്കും ഉണ്ടാവുന്നു. മുഖത്ത് നോക്കി പറയുമ്പോൾ, ഓ നിൻ്റെ ഭർത്താവിൻ്റെ അവകാശം, നിൻ്റെ ഭർത്താവിനെ കുറിച്ച് നീ കൂടുതൽ പറയുന്നു വേണ്ട. നിൻ്റെ ഭർത്താവ് നിന്നെ എങ്ങനെയാണ് കൊണ്ട് നടന്നതെന്നൊക്കെ അറിയാം. നിന്നെ ആകാശം മുട്ട കൊണ്ടുവച്ചിട്ട് ലാസ്റ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ചില്ലേ, നീ അവനെക്കുറിച്ച് കൂടുതൽ ഡയലോഗ് അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്തമാനം പറയാണ്. അങ്ങനെ മോശമായിട്ട് കുറേ പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമമാണ്. രേവതി എന്ത് ചെയ്യും, പുള്ളിക്കാർ റൂമിൽ പോയിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. അതായത് സഹിക്കാൻ പറ്റില്ല, അച്ഛനൊക്കെ അത്രയും പറഞ്ഞല്ലേ. പുള്ളിക്കാരി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി പോവാണ്. നേരെ പോണത് അമ്പലത്തേക്കാണ്. അമ്പലത്തിൻ്റെ മുന്നിൽ നമ്മുടെ രശ്മി ആൻറ്റിയും ഈ പറയുന്ന മാതിരി ശ്രീതുവും മാല കോർത്തുകൊണ്ടിരിക്കുകയാണ്. രേവതി ഇങ്ങനെ നല്ല സ്പീഡിൽ നടന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ അമ്മ വിളിക്കുന്നുണ്ട്, മോളെ രേവതി രേവതി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ രേവതിയുടെ മനസ്സിൽ ഈ ടെൻഷൻ കാരണം ഇങ്ങനെ നേരെ നടന്ന് പോവാണ്. വിളിച്ചിട്ട് വിളിയാക്കാണ്ടാകുമ്പോൾ പിന്നിൽ കൂടെ പോയിട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ രേവതി നിൽക്കുന്നില്ല, കൈ തട്ടി മാറ്റി നേരെ പോയിട്ട് അവിടെ തൊട്ടിയിൽ വെള്ളം ഉണ്ടാവും, അത് കുടം കൊണ്ട് മുക്കിയെടുത്തിട്ട് തലയിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് രേവതി നേരെ പോയിട്ട് അവിടുന്ന് ഭസ്മം എടുത്ത് നെറ്റിയിൽ ഇങ്ങനെ തേച്ചിട്ട് അവിടെ കിടന്നിട്ട് ഉരുളാണ്. ചൈന പ്രദർശനം ചെയ്യാണ്. ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ അമ്മയുടെ ആകെ നിയന്ത്രണം വിടുകയാണ്. അമ്മ ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞ്, മോളെ എന്ത് പറ്റി, മോളെ എന്താ മോളെ നീ കാണിക്കണമെന്നൊക്കെ വെച്ചിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ പൂജാരി വന്നിട്ട് പറയുന്നുണ്ട്, അവളെ തടസ്സപ്പെടുത്തണ്ട, അവളുടെ മനസ്സിലെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ അവളിങ്ങനെ ഉരുണ്ട് വരികയാണ്. അപ്പോഴേക്കും അമ്മ പറയണ്, മോളെ ശ്രീതു നീ എത്രയും പെട്ടെന്ന് സച്ചിനെ വിവരം അറിയിക്കുന്നു പറഞ്ഞു. അപ്പോൾ സച്ചിനെ കോൾ ചെയ്യുമ്പോൾ സച്ചി ഒരു ഓട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഇങ്ങനെ അമ്പലത്തേക്ക് വേഗം വായോ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയുന്നു, എന്തിനാണ് ഞാൻ വരണത്, പൂ കെട്ടാനാണോ ഞാൻ വരേണ്ടത് ചോദിക്കുക. അയ്യോ ചേട്ടാ അതല്ല, ചേച്ചി ഇന്ന പോലെ ഇങ്ങനെ ചൈന പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉരുണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ സച്ചി എന്താ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വേറെ കോള് വിളിച്ചിട്ട് പറയാണ്, സാർ എനിക്ക് അർജൻറ്റായിട്ടൊരു ഇതുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വേറെ വണ്ടി ഏർപ്പാടാക്കി തരാം സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി അവിടെ ഏർപ്പാടാക്കി കൊടുത്തിട്ട് നേരെ അമ്പലത്തേക്ക് പോകണം. അമ്പലത്തിൽ ചെന്ന വശമാണ് സച്ചി കാണുന്നത് രേവതി ഇങ്ങനെ ഉരുളാണ്. ഓടിപ്പോയിട്ട് സച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പൊട്ടിത്തെറിക്കുകയാണ് സച്ചിയോട്, നിങ്ങൾക്ക് എൻ്റെ ചേച്ചീനെ ഇത്രയും മാത്രം ശല്യമായി തുടങ്ങിയോ, എന്തിനാണ് ഏത് നേരം എൻ്റെ ചേച്ചീനെ ഇങ്ങനെ ഉപദ്രവിക്കണമെന്നൊക്കെ വെച്ചിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ശ്രീതു. അപ്പോൾ സച്ചി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, നീ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം തന്നെ അറിയണമെന്ന് പറയുമ്പോൾ, മോനെ സച്ചി എന്താ ഉണ്ടായി, നീ എന്താണ് എൻ്റെ മോളോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് സച്ചി രേവതിയോട് എണീക്കാൻ പറയണ്. രേവതി എണീക്കുന്നു പറഞ്ഞിട്ട് രേവതി എണീക്കും, രേവതി ഇങ്ങനെ ഉരുണ്ട് പോവുക. അപ്പോൾ ആംബുലൻസ് പോകുന്നുണ്ട്.
അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ സച്ചി കണ്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എന്താ രേവതി എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ആ പടിയുടെ അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. പക്ഷേ രേവതി ഒന്നും പറയണില്ല. രേവതി ഇങ്ങനെ കണ്ണുനീരോടുകൂടി സച്ചിൻ്റെ മേത്തേക്ക് ഇങ്ങനെ ചാരിയാണ്. ഇങ്ങനെ ചായുമ്പോൾ സച്ചിക്ക് ആകെ എന്തോ വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ അമ്മ പറയണം, അപ്പോൾ മോനെ നിങ്ങൾ തമ്മിൽ അല്ലേ പ്രശ്നം? ഇല്ല അമ്മ എനിക്കൊന്നും അറിയില്ല, ഞാൻ രാവിലെ ഇറങ്ങിയതാണെന്ന് പറയണം. അപ്പോൾ രേവതി നീ എനിക്ക് വാ എന്ന് പറഞ്ഞിട്ട് രേവതിനെ കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വന്ന വശം തന്നെ സച്ചി പൊട്ടിത്തെറിക്കുകയാണ് ചന്ദ്രമതിയുടെതൊക്കെ. നിങ്ങൾ എന്താണ് എൻ്റെ രേവതി എടുത്ത് പറഞ്ഞത്? നിങ്ങൾ പറയാതെ അവൾക്ക് ഇങ്ങനെ വരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയണം, അപ്പോൾ നീ ഇല്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്തോ? ഞാൻ നിൻ്റെ ഭാര്യനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയണില്ല, അമ്മ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. രേവതി എല്ലാം ഉള്ളിൽ ഒതുക്കിയൊക്കെയാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, സുധി നീ പറഞ്ഞു ചോദിക്കണം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറയും. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളല്ലാതെ വേറെ ആരും ഇങ്ങനെ പറയത്തില്ല എന്ന് പറയണം. എന്നിട്ട് രേവതി അപ്പോഴേക്കും തലവിട്ടി വീഴാൻ പോകുമ്പോഴേക്കും രേവതിനെ ഇങ്ങനെ സച്ചി കൈ കൊണ്ട് പിടിക്കുകയാണ്. പിടിച്ചിട്ട് നേരെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് റൂമിൽ ഇരുത്തുകയാണ്. രേവതി നീ എന്താ ഉണ്ടായത്? സത്യം പറ, തുറന്ന് എന്നോടെങ്കിലും പറയുന്ന പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രേവതി പോകുമ്പോൾ കരയാണ്. അപ്പോൾ സച്ചി രേവതിനെ ഹഗ് ചെയ്തിട്ട് വിഷമിക്കണ്ട രേവതി എന്ന് പറഞ്ഞിട്ട് കൂടെ ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുമ്പോഴും സച്ചി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ രേവതി പറയണത് ഒന്നുമില്ല, നിങ്ങൾ